ഇപ്പോൾ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യുന്നു, അതിൽ മമ്മൂക്ക പോലെ ഒരു സൂപ്പർ താരം വരുന്നു, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയാൻ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. ശരിക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് സ്വാഭാവികമായിട്ടും ഒരു പുതിയ ആളെന്ന നിലയ്ക്ക് ഉണ്ടാവും. അത് അതിന്റെ 100% ക്യാമറയ്ക്ക് പിന്നിൽ ആ മൈൽ സ്റ്റോൺ പെർഫോമൻസ് എൻജോയ് ചെയ്യാൻ പറ്റിയോ, അതോ ഷൂട്ടിന്റേതായ ടെൻഷൻസ് ഉണ്ടായിരുന്നു? ഇല്ല, ഷൂട്ടിന് ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അപ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊന്ന് അതിനകത്തോട്ട് ഒരു ഫ്ലോയിലോട്ട് എത്തിയാലേ നമുക്കും പല കാര്യങ്ങളും റിയലൈസ് ചെയ്യാനും പിന്നെ സ്വയം ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ മമ്മൂക്കയുടെ കാര്യത്തിലാണെങ്കിലും ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് നമ്മുടെയൊക്കെ ആർട്ടിക്കുലേഷനും എല്ലാത്തിനും പരിമിതികളുണ്ട്. അതൊക്കെ കറക്റ്റ് ആവണമെന്നില്ല. നമ്മളും 1-2 ദിവസം ഇച്ചിരി ലൂസായിട്ടാണ് തുടങ്ങിയത് പരിപാടികൾ. അങ്ങനെ നമ്മൾ പക്ഷേ പിന്നെ സ്പോട്ട് എഡിറ്റിൽ മ്യൂസിക് റെഫറൻസ് ഒക്കെ ഇട്ടെല്ലാം നമ്മുടെ പരിപാടി എന്താണെന്ന് കൃത്യമായിട്ട് കൺവേ ചെയ്തപ്പോൾ അദ്ദേഹം ഭയങ്കര ഓക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഭയങ്കര രസകരമായിട്ടാണ്, മീൻസ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണ് പോയത്. കാരണം നമ്മുടെ ഒരു വിഷ്വൽ ലാംഗ്വേജ് അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഷോർട്ട് ഡിവിഷൻ പരിപാടി എങ്ങനെയാണ് പോകണമെന്നൊക്കെ കൃത്യമായിട്ട് സംസാരിക്കുമായിരുന്നു. അതിലോട്ട് അദ്ദേഹം ഒരുപാട് ഇൻപുട്സ് തന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ത്രൂ ഔട്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു.